ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാമ്പാർ സാധമാണ്. സാമ്പാർ സാധം എന്ന് പറഞ്ഞാൽ ചോറിനകത്ത് സാമ്പാർ ഒഴിച്ച് കുഴച്ചാൽ പോരെ എന്നെല്ലാവരും ചോദിക്കും നമ്മളോട്. പക്ഷേ അങ്ങനെയല്ല, ഇത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയെടുത്താൽ സാമ്പാറിൻ്റെ നല്ല സ്വാദ്, നല്ലൊരു റൈസിൻ്റെ സ്വാദാണ്, അതീവ ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഉണ്ടാക്കണം. ഇത് പലതരത്തിലുണ്ടാക്കാം, ഓരോരുത്തർക്കും ഓരോ മെത്തേഡ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മെത്തേഡ് ആയിരിക്കുകയല്ല വേറൊരാൾക്ക്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡിൽ ഞാനിവിടെ ചെയ്യാറുള്ള പോലെയാണ് ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ഇത് 2 കപ്പ് പച്ചരിയാണ്. ഒരു 20-25 മിനിറ്റായി അത് കുതിർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു സാധനം കൂടെ കുതിർത്തിട്ടുണ്ട്. ഇത്രയും അരിക്ക് സാമ്പാർ സാദം ഉണ്ടാക്കാൻ വേണ്ട പരിപ്പ്, തൊമരപ്പരിപ്പ് ഇപ്പോൾ 1 കപ്പ്, 2 കപ്പ് പച്ചരിയും 1 കപ്പ് തൊമരപ്പരിപ്പും ഒരു 20 മിനിറ്റോളം കുതിർത്ത് വെച്ചിരിക്കുകയാണ്. 3 ഭാഗങ്ങളായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതിലെ ആദ്യത്തെ ഭാഗം കുതിർത്ത് വച്ചിരിക്കുന്നു, ഇതാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ സാമ്പാറിൻ്റെ കഷണം എന്ന് പറയുന്നത് ഇത്രയും ഞാൻ എടുത്തു വച്ചിരിക്കുന്നു. അതായത് ഏകദേശം എല്ലാം ഒരേ അളവാണ്. കൊച്ചുള്ളി, തക്കാളി, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, 5-8 ബീൻസ്, പിന്നെ ക്യാരറ്റ്. ഇതിൽ ഈ പറഞ്ഞതല്ലാതെ വേറെയും പല പച്ചക്കറികളും ചേർക്കാം. നിങ്ങൾക്ക് വെള്ളരിക്കയ്ക്ക് പകരം മത്തങ്ങ ചേർക്കാം, കുമ്പളങ്ങ ചേർക്കാം, രണ്ടും കൂടെ ചേർക്കാം. കഷ്ണങ്ങളുടെ കാര്യത്തിൽ ഒരു നിബന്ധനയുമില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ ഈ വേസ്റ്റ് വരുന്നൊന്നും ഇടുകയില്ല. മുരിങ്ങക്കായ ഇടുവാണെങ്കിൽ വേസ്റ്റ് വരും, കഴിച്ചേച്ച് അത് വേസ്റ്റ് കളയണ്ടേ. അതിന് മെനക്കെടുത്താതിരിക്കാൻ വേണ്ടി ഒരിക്കലും ഇതിൽ മുരിങ്ങക്കായ ഇടാറില്ല. പലരും മുരിങ്ങക്കായും ഇടും. ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ നല്ല ബെസ്റ്റാണ്. പക്ഷേ നല്ലെണ്ണ നെയ്യും കൂടെ ചേരുകയില്ലെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. ഞാൻ പക്ഷേ ചേർക്കാറും ഉണ്ട് കേട്ടോ, അങ്ങനെ നല്ലെണ്ണ നെയ്യും കൂടി. ഏതായാലും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു 1-1.5 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു. ചൂടായി കഴിയുമ്പോൾ ഒന്ന് കടുക് പൊട്ടിക്കണം. ഒരു 5-10 ഉലുവ, 1 ടീസ്പൂൺ കടുകും ഉലുവയും പൊട്ടി. ജീരകം ചേർക്കുന്നു. ജീരകം ഒന്ന് പൊരിഞ്ഞോട്ടെ. കൂട്ടത്തിൽ ഒരൽപ്പം കായപ്പൊടിയും എല്ലാം പൊട്ടി. ഇത്തിരി കരിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ ഈ ഉള്ളിയാണ് ആദ്യം വഴറ്റിയെടുക്കേണ്ടത്. ചുമന്നുള്ളി. ഉള്ളി ഒന്ന് നല്ലപോലെ വാടിക്കോട്ടെ. ധാരാളം വഴന്നു. ഇനി നമ്മൾ തക്കാളിയാണ് ഇടുക. ഇനി വീണ്ടും വഴറ്റുക. തക്കാളിയും ഒരു 2-3 മിനിറ്റ് വഴറ്റിയിട്ട് ബാക്കി കഷ്ണങ്ങൾ ഒന്നിച്ചിട്ടു. ഇനി ബാക്കി കഷ്ണങ്ങളും ചില മസാലകളും എല്ലാം ചേർക്കാം. വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ് കുറച്ച് ചെറുതായിട്ടാണ് കേട്ടോ ഇതിന് അരിയേണ്ടത്. കണ്ടോ, ഈ വലിപ്പം മതി. ബീൻസ്, 2 പച്ചമുളക്, ക്യാരറ്റ്, എല്ലാ കഷ്ണങ്ങളും ചേർത്തു. ഇനി അവിടെ കിടന്നോട്ടെ. ബാക്കി പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് ഇവിടെ പൊടിച്ച സാമ്പാർ പൊടി. ഇതാണ് നമ്മളുടെ 2 കപ്പ് പച്ചരിയും 1 കപ്പ് പരിപ്പും കൂടി 20 മിനിറ്റ് കുതിർത്ത് കഴുകി വൃത്തിയാക്കി അരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ പച്ചരി തന്നെ ചേർക്കാവുള്ളൂ എന്നില്ല. എൻ്റെ കയ്യിൽ ഇന്ന് വേറെ ഒരരിയും ഇവിടെ ഇല്ല. ചോറുണ്ണുന്ന ചുമല ചെമ്പാവരിയും ഈ പച്ചരി ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കൈമ റൈസ് ഇടാം.
നന്നായിരിക്കും കൈമാ റൈസ് ഇട്ടാൽ. പക്ഷേ പച്ചരി ഇട്ടാലും വളരെ നന്നായിരിക്കും. ഊണുപഞ്ഞി ഇടാം, ഏത് വേണമെങ്കിലും ഇടാം നിങ്ങൾക്ക് പകരം. ബിരിയാണി റൈസ് അത്ര പോരാ കേട്ടോ, വേണ്ട. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ അരിയും തുമരപ്പരിപ്പും. ഇനി ഒന്നുകൂടെ ഇളക്കുന്നു. എൻ്റെ കൈയും കാലും ഒന്നും മേല, എന്നാലും ഞാൻ ഇളക്കുക ഇവിടെ നിന്ന്. ഒരു 4 കപ്പ് വെള്ളം, 8 കപ്പ്. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ധാരാളമായി. ഒന്ന്, 2. ഇനി ഒഴിക്കാൻ പോകുന്നത് പുളി. ഇത് എളുപ്പ മെത്തേഡാണ് കേട്ടോ. ഓരോന്നോരോ പാത്രത്തിൽ ചെയ്യുന്നതിലുമൊക്കെ നല്ല എളുപ്പമാണ്. അങ്ങനെ ഒറ്റ പാത്രത്തിൽ ഒരു 1 പോട്ട് ഡിഷ്, ഒരു ചെറിയ ചെറുനാരങ്ങ അല്ലെങ്കിൽ ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞരിച്ച് ചേർക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇപ്പം എല്ലാ കൂട്ടും നമ്മൾ വേഗം വയ്ക്കുക. ഇതൊരു 5 വിസിൽ ഒക്കെ തീർച്ചയായിട്ടും വേണം. കാരണം എന്നാന്ന് വെച്ചാൽ ഇത് നമ്മുടെ പുഴുക്കുകൾ മാതിരി നല്ലോണം കുഴഞ്ഞായിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലിക്വിഡിയാണ്, സോളിഡല്ല. കുറച്ച് ലിക്വിഡിയായിട്ട്, കൂടുതൽ ലിക്വിഡിയായിട്ടിരുന്നെങ്കിലേ കഴിക്കാറാകുമ്പോൾ സെമി സോളിഡ് സെമി ലിക്വിഡ് പരുവത്തിൽ ഇരിക്കുള്ളൂ. ബാക്കിയെല്ലാം ചേർത്തു. ഇനി ഇതിന് നമ്മുടെ ഒരു മേമ്പൊടി ചേർക്കണം. മേമ്പൊടി, ഈ കഷായമൊക്കെ കുടിക്കുമ്പോൾ ഒരു മേമ്പൊടിയില്ലേ കഷായത്തിനകത്തിടുന്നത്, അതുപോലെ ഒരു മേമ്പൊടി ഇതിന് ഉണ്ടാക്കണം നമുക്ക്. അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കും ഞാൻ ഈ അടുപ്പത്തോട്ട്. എന്നിട്ട് ഇതേ തന്നെ മേമ്പൊടിയുടെ വറക്കുന്നതും കാണിച്ചു തരാം. എന്താ ഇതിൽ കൃത്യ അളവ് നോക്കണ്ടാത്തത് ഈ കടുകുറ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും കരിയേപ്പിലയുടെയും ഒക്കെയാണ്. അരിയും പരിപ്പും കൃത്യമായിരിക്കണം, വെള്ളവും ഏകദേശം കൃത്യമായിരിക്കണം. നമ്മൾ മേമ്പൊടിപ്പൊടി തയ്യാറാക്കാൻ പോവുക. മേമ്പൊടി ഇടുന്നത് ഞാൻ വെറുതെ പറയുന്നതാണ് കേട്ടോ, മേമ്പൊടിയെന്ന്. അത് വെച്ച് കഴിഞ്ഞ് പൊക്കത്തിൽ നിന്നിട്ട് പിന്നെയും തിളപ്പിക്കുക ചെയ്യുന്നത്. എങ്കിലും അതൊരു മേമ്പൊടിയല്ലേ. ഒരു 3 കഷ്ണം ചെറിയ കഷ്ണം പട്ട, ഒരു 4-5 ഗ്രാമ്പൂ, വളരെ കുറച്ചോ ഞാൻ ചേർക്കുള്ളൂ. ഇതൊക്കെ ഇവിടെ ആർക്കും അത്ര പിടുത്തമല്ല ഈ മസാലയോട്. ഒരു 15 കുരുമുളകും കാണും. ഇതൊന്ന് വറക്കുക. ഇത് തുമരപ്പരിപ്പല്ല, ഇത് പീസ് പരിപ്പാണ്. പീസ് പരിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ പരിപ്പ് ഉണങ്ങിയത്. അതൊരു 2 ടീസ്പൂൺ ഇട്ടു. പിന്നെ ഒരു 2-3 ടീസ്പൂൺ കടലപ്പരിപ്പിട്ടു. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, അത്രയും ഇട്ടു. ജീരകമിടണം, കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ. കുറച്ച് പിന്നെ ശകലം ഇഷ്ടമുള്ളത് ഇതാണ്, അതായത് വലിയ ജീരകം, ഫെന്നൽ, പെരുംജീരകം. ഇനി ഇത് വറക്കുക. ചെറിയ തീയിലോ വറക്കാവൂ, ഏലക്ക വേണ്ടാതാനും. ഇത് ഒരു മാതിരി ചുമക്കാൻ തുടങ്ങിയില്ല. അപ്പം നമുക്ക് ബാക്കി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, 5-6 മുളക് വരെ ഇടാം. ഞാൻ 3 ഇടുന്നുള്ളൂ, കാരണം കുരുമുളകുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ ഉണ്ട്, പിന്നെ സാമ്പാർ പൊടിയിൽ ഇതെല്ലാം കുറച്ചുണ്ട്, വറ്റൽമുളകും ഒക്കെ. അതുകൊണ്ട് അതിൻ്റെ ഒന്നിൻ്റെയും മണം രുചി ഒക്കെ കൂടുതലാകണ്ടെന്ന് വിചാരിച്ചിട്ട് 3 മുളകേ ഞാൻ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് 5-6 മുളക് ഇടേണ്ടവർക്കിടാം. കുറയ്ക്കണേ, അത് ഇനിയും കുറയ്ക്കാം. ഒട്ടുവറയാണ് ഞാൻ ഇതിന് വറക്കാറ് കേട്ടോ, നെയ്യൊന്നും ഒഴിക്കണ്ട. ഇനി നമുക്ക് തേങ്ങ ഒരുപാടൊന്നുമില്ല, അതും കഷ്ടിച്ച് 1 കപ്പേ ഉള്ളൂ. അത് നല്ല രുചി കൊടുക്കും, തേങ്ങ ചേർക്കണം. ഒന്ന് ഈർപ്പം മാറിയാൽ മതി തേങ്ങയുടെ. ഇനി തേങ്ങ ചുമക്കാനൊന്നും നിൽക്കണ്ട, ഒന്ന് വലിഞ്ഞാൽ മതി. അതിൻ്റെ ആ നനവുണ്ടല്ലോ, നനവൊന്ന് മാറി കിട്ടിയാൽ മതി. തേങ്ങയുടെ ഒരു ശകലം മണം വന്നോട്ടെ, മതി, എടുത്തി. ഇനി നമ്മൾ ഇതങ്ങ് മാറ്റി വയ്ക്കും. ഇതൊന്ന് തണുത്താലുടൻ പട്ടുപോലെ അരച്ചെടുക്കും. ഇനി നമ്മുടെ ചോറും സാമ്പാറും കൂടി ഒന്ന് വെന്ന് വരണം. അന്നേരത്തേക്ക് ഇത് അരച്ചുകൊണ്ട് വരട്ടെ. നമ്മളുടെ സാമ്പാർ സാദത്തിൻ്റെ ചോറും സാമ്പാറും കൂടിയുള്ള
3/4 ഭാഗം അടങ്ങിയ പാത്രമാണിത്. ഇത് വെയിറ്റ് കൊടുത്ത് 5-6 വിസിൽ വരുന്നവരെ വേവിച്ച് മാറ്റി വെച്ചു. അതിന് ശേഷം തണുത്തതാണ് ഇതിനകത്തുള്ള കണ്ടൻസ്. നമുക്കിതൊന്ന് മാറ്റാം. ഇനി നമ്മുടെ ചോറൊന്ന് നോക്കാം. നമുക്ക് ഇളക്കി നോക്കാം. കഞ്ഞി പോലെയോ കിടക്കൂ, കണ്ടോ? ഇത് വെന്ത് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ ഇത് തണുക്കും തോറും കുറുകി വരും. അതുകൊണ്ട് ഇപ്പം ഇത്രയും തന്നെ വെള്ളം വേണം. കഞ്ഞിയാണെന്ന് തോന്നിയാലും വെറുതെയാണ്. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതാണ് നമ്മൾ ആ വറുത്ത് വെച്ച മേമ്പൊടിക്കുള്ള സാധനങ്ങൾ. കലക്കി ചേർക്കാം, പക്ഷേ ഇത് നല്ല പാകത്തിന് കഞ്ഞിപ്പാകത്തിൽ വെള്ളവും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കലക്കണ്ട. ഇത് മതി. നല്ല കുമുക്കുമാ മണം വരും. നല്ലതായിട്ട് മണം വരുന്നതിന് നമ്മളെപ്പോഴും പറയും കുമുകുമാ മണം എന്ന്. നല്ലപോലെ ഇളക്കി ചേർക്കണേ. ഇളക്കാൻ വേണ്ടി ഞാനൊന്ന് ബാറ്റൻ കൈമാറുകയാണ്. എൻ്റെ വലത്തെ കൈക്ക് നല്ല ഫ്രോസൺ ഷോൾഡേഴ്സാണ്. അതുകൊണ്ട് ബാറ്റൻ കൈമാറിക്കോട്ടെ വിത്ത് പെർമിഷൻ. സത്യത്തിൽ ഈ മേമ്പൊടി നമ്മൾ ഇട്ടില്ലേ, ആ മേമ്പൊടി കുറച്ചും കൂടി ഞാൻ ഇട്ടു. അധികം മിച്ചം വരുത്തിയില്ല. ആ മേമ്പൊടിയാണ് ഇതിൻ്റെ ടേസ്റ്റ് മേക്കർ സത്യത്തിൽ. ബാക്കി ഇനി ചേർക്കേണ്ടത് ശകലം ശർക്കര. ഇത്രയും ശർക്കര ഇത്രയുമിന്. അപ്പം മധുരം വരാനല്ല, എല്ലാം കൂടെ യോജിച്ച് ഒരു ഹോമോജീനിയസ് ആക്കാൻ ഈ ശർക്കര ഇടണം. അത് ഉരുകിക്കോളും, അവിടെ കിടന്നോട്ടെ. പിന്നെ ഇനി ഇത്രയും നട്ട്സ് വറുത്തിടണം. കടുക് ആദ്യം വറുത്തുകൊണ്ട് ഇനി കടുക് വറക്കണം എന്നില്ല. വറുത്തു എന്ന് വെച്ച് കടുക് വറുത്തെന്ന് വിചാരിച്ച് കുറ്റവുമില്ല. പക്ഷേ ഞാൻ ഇനി കരിവേപ്പിലയും ഈ നട്ട്സും മാത്രം നെയ്യിൽ വറുത്തിടുകയേ ഉള്ളൂ. പിന്നെ അവസാനം ചേർക്കുന്നത് മല്ലിയില വറക്കാതെ ഇടും, കരിവേപ്പില നട്ട്സിൻ്റെ കൂടെ ഇടും. തനി നെയ്യിലാണ് ഇത് വറക്കാൻ പോകുന്നത്. ഇതൊരു കംപ്ലീറ്റ് ഫുഡാണേ. 2 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ ഒഴിക്കണം. അപ്പം നട്ട്സ് നെയ്ക്കകത്തോട്ട് ഇട്ട് കടുക് വറുക്കാൻ പോകും. ഞാൻ തീ താത്തിയായിട്ടിരിക്കുന്നത്. ധാരാളം കരിവേപ്പില ഇടുന്നു. ഇനി നമ്മൾ ഇതെടുത്ത് തീയൊക്കെ കെടുത്തി ഇതെടുത്ത് ഇതിലേക്ക് നെയ്യോടുകൂടി ഒഴിച്ചു. ഇളക്കുക. ഇത് നല്ലപോലെ കുഴയണം. നിങ്ങൾ ഇനിയിപ്പം വെന്തില്ലെങ്കിൽ, ഒരു ചെറിയ കുഴച്ചിൽ കുറവാണെങ്കിൽ പ്ലഞ്ചർ വെച്ച് കുത്തി അടയ്ക്കുന്നതിന് പോലും വിരോധമില്ല. അതാണ് സാമ്പാർ സ്വാദം. എല്ലാ മണവും കൂടെ കൂടിയ ഒരു പുതിയ അരോമയാണ് വരുന്നത്. പണി കഴിഞ്ഞു. എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. നല്ലപോലെ ഈ നെയ്യ് ഒഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഫാറ്റുമുണ്ട്. ബാക്കി എല്ലാ കൂട്ടും ഇതിലടങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ പാത്രം കഴുകിയാൽ പോരെ, അതും ഒന്ന് ആലോചിക്കണം. 1 പോട്ട് ഡിഷാണിത്. അയ്യോ, ഞാനിത് മറന്നുപോയായിരുന്നു കേട്ടോ. മല്ലിയില അതും കൂടി ലാസ്റ്റായിട്ട് ചേർത്തു. അപ്പോൾ ഈ സാമ്പാർ സാദത്തെ സംബന്ധിച്ച പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. പല രീതിയിൽ ഞാൻ കാണിച്ച രീതി മാത്രമാണ് ശരി എന്ന് വിചാരിക്കരുത്. എല്ലാ സാമ്പാറും വേറെ വെച്ച് വീണ്ടും അത് ഒന്നാക്കി അപ്പോഴത്തേക്ക് അരി വേറെ വേവിച്ചെടുത്ത് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു നല്ല ഫ്ലേവർഫുൾ ടേസ്റ്റ്ഫുൾ ആണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ സത്യം പറഞ്ഞാൽ ഒരു ഉപ്പേരി കഷ്ണോ, നമ്മുടെ ഈ വെള്ളയുപ്പേരി ഇല്ലേ, അതുണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കാം. പിന്നെ ഈ ബൂന്തി ഉണ്ടല്ലോ, ഈ ലഡ്ഡു ബൂന്തി മധുരമില്ലാത്തത്, മുളകിടാത്തതും ഒക്കെ മേടിക്കാൻ കിട്ടും. അല്ലേ, നമുക്ക് 5-6 ഉണ്ടാക്കിയെടുക്കാം, അത് കൊടുക്കാം. അതല്ലെങ്കിൽ അപ്പളമോ നമ്മുടെ പപ്പടമോ മതി. എത്ര എളുപ്പം അല്ലേ? അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.